ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ പുതിയ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് പ്രഷർ കുക്കറിൽ ഉണ്ടാക്കാവുന്ന ഒരു മുട്ടക്കറിയാണ്. ഈ മുട്ടക്കറിയുടെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഈ ഒരു റെസിപ്പി കൊണ്ട് നമുക്ക് 3 സെപ്പറേറ്റ് എഗ് ഡിഷസ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് താഴെ കൊടുത്തിട്ടുണ്ട്. എൻ്റെ ചാനൽ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇതേപോലത്തെ നിറയെ റെസിപ്പീസും ലഞ്ച് മെനൂസും ഒക്കെ എൻ്റെ ചാനലിൽ കിട്ടും. അപ്പോൾ ആദ്യം നമുക്ക് ചെയ്യേണ്ട ഒരു പ്രഷർ കുക്കറിൽ കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കി എടുക്കണം. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ചൂടാക്കിയിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കാം. കരിവേപ്പില ഒന്ന് മൂക്കുമ്പോൾ നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടി നന്നായിട്ട് ചതച്ചെടുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊക്കെ മൂക്കുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഈ ഒരു റെസിപ്പി കൊണ്ട് നമുക്ക് 3 സെപ്പറേറ്റ് ഡിഷസ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ മൂത്തതിന് ശേഷം ഞാൻ സവാള ചേർത്തിട്ടുണ്ട്. നല്ല നേരിയതായിട്ട് സവാള അരിഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ ഈ സവാള ഒന്ന് കളർ മാറുന്ന വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ സവാളയുടെ കളർ ഒന്ന് ചെറുതായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർക്കാം. അപ്പോൾ മുളക് പൊടി, മല്ലിപ്പൊടി, കശ്മീരി മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഇതാണ് ചേർക്കേണ്ടത്. ഞാനിവിടെ ചിക്കൻ മസാലയാണ് ഉപയോഗിച്ചത്. ചിക്കൻ മസാലയോ അല്ലെങ്കിൽ മല്ലിപ്പൊടിയോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ അതൊക്കെ കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കുക. മസാലകൾ അടിയിൽ പിടിക്കാനും നോക്കണം. വേണമെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഈ സ്റ്റേജിൽ. അപ്പോൾ ഇതൊക്കെ ഒന്ന് നന്നായിട്ട് വഴറ്റിയിട്ട് അതിലേക്ക് തക്കാളി നേരിയതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതൊരു സൂപ്പർ സിമ്പിൾ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് ഉണ്ടാക്കാവുന്ന ഒരു റെസിപ്പിയാണ്. പക്ഷെ എന്നാൽ ഈ ഒരു റെസിപ്പി കൊണ്ട് നമുക്ക് 3 സെപ്പറേറ്റ് ഡിഷസ് ഉണ്ടാക്കുകയും ചെയ്യാം. അപ്പോൾ അത്ര എളുപ്പമാണ്. അപ്പോൾ തിരക്കുള്ള ദിവസങ്ങളിൽ നല്ലൊരു ഓപ്ഷനാണ് ഈ റെസിപ്പി. അപ്പോൾ ഇത് നന്നായിട്ട് തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അധികം വഴറ്റലൊന്നും ആവശ്യമില്ല. എന്താ വെച്ചാൽ നമ്മൾ പ്രഷർ കുക്ക് ചെയ്യാൻ പോവാണല്ലോ. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നല്ല പോലെ എല്ലാ ഭാഗത്തേക്ക് എത്തുന്ന പോലെ ഉപ്പ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് ചൂടുവെള്ളമാണ്. അപ്പോൾ ഞാനിതിലേക്ക് ഒരു 1/2 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. ഓവറായിട്ട് വെള്ളം ഒഴിക്കരുത്, അപ്പോൾ ആ ടേസ്റ്റ് ശരിയാവില്ല. അപ്പോൾ ഏകദേശം 1/2 കപ്പ് വെള്ളം, ജസ്റ്റ് ഒന്ന് ഈ കഷ്ണങ്ങളൊന്ന് മുങ്ങിക്കിടക്കുന്ന മാതിരി വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഇനി ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ കുക്കർ അടച്ചു വെച്ചിട്ട് നമുക്കിതൊന്ന് പ്രഷർ കുക്ക് ചെയ്യണം. ഒരു വിസിലിന് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് 1-2 വിസിലിന് കുക്ക് ചെയ്ത് എടുക്കുക. പ്രഷർ റിലീസ് ചെയ്തതിന് ശേഷം തുറന്നു നോക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഈ സ്റ്റേജിൽ നമുക്ക് ഇതിലേക്ക് മുട്ട ആഡ് ചെയ്തിട്ട് മുട്ട റോസ്റ്റിന്റെ റെസിപ്പി ആയിട്ട് എടുക്കാം. അതാണ് ഫസ്റ്റ് ഡിഷ്. അല്ലെങ്കിൽ ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം കൂടെ ചേർത്ത് ഒരു ഗ്രേവി പരിവാക്കി കഴിഞ്ഞാൽ നോർമൽ നമ്മുടെ മുട്ടക്കറിയാണ്. അപ്പൊ രണ്ടാമത്തെ ഡിഷ് അതായിരിക്കും. പിന്നെ ഇതിലേക്ക് ഇനി 2-3 ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു തേങ്ങാപ്പാലിട്ട മുട്ടക്കറി കിട്ടും. അപ്പൊ ഞാൻ ഇതിലേക്ക് കുറച്ച് ഗരം മസാല പൊടിയും കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ ബാക്കി 2 ഡിഷിനും ചേർക്കാം കേട്ടോ. ഞാൻ ഈ സ്റ്റേജിൽ ചേർത്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇനി ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം. അപ്പം 3ാമത്തെ മുട്ടക്കറി റെഡിയാവും. ഞാൻ ഏകദേശം ഒരു 3/4 കപ്പ് മുതൽ 1 കപ്പ് വരെയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഗ്യാസ് സ്റ്റവ് ഓഫ് ചെയ്യുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്യുക. അപ്പൊ ഇത് നന്നായി കുറുകി വരും. അപ്പൊ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർക്കാം. അതായത് ആദ്യം മുട്ട ചേർക്കാം, അപ്പോഴല്ലേ മുട്ടക്കറിയാവും. അപ്പൊ മുട്ട വേവിച്ച് വെച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ഈ മസാല ഇങ്ങനെ മേലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഞാൻ യൂഷ്വലി എന്താ ചെയ്യുക വെച്ചാൽ കുക്കർ അടച്ചിട്ട് ഗ്യാസിന്റെ മുകളിൽ നിന്ന് ഇറക്കി വെക്കും. അപ്പൊ നമ്മളത് തുറക്കുന്ന സമയമാകുമ്പോഴേക്കും നല്ലപോലെ കുറുകി റെഡിയാവും. അപ്പോൾ ഇതിന് മുകളിലേക്ക് നമുക്ക് കുറച്ച് കരിവേപ്പിലയും മല്ലിയിലേക്ക് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പൊ നിങ്ങൾ മുട്ട റോസ്റ്റ് ഉണ്ടാക്കണം അല്ലെങ്കിൽ വെള്ളം വെച്ചിട്ട് മുട്ടക്കറി ആക്കുകയാണെങ്കിലും ഈ
കരിവേപ്പില മല്ലിയിലൊക്കെ ചേർത്ത് അടിപൊളിയാക്കിക്കോളൂ. അപ്പൊ ഇത് ട്രൈ ചെയ്യുകയാണെങ്കിൽ എന്തായാലും കമന്റ് സെക്ഷനിൽ അറിയിക്കണേ. അടുത്ത പ്രാവശ്യം ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.